ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീ പോലും ശബരിമല സന്നിധിയിൽ കയറിയില്ല എന്നുള്ളതാണ്. ഒരു ഭക്തയായ സ്ത്രീയെ, എത്രയോ ആളുകൾ ശബരിമലയിൽ പോകുന്നുണ്ട്, എത്രയോ ഭർത്താക്കന്മാർ, മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എത്രയോ പേർ ശബരിമലയിൽ പോകുന്നുണ്ട്. അവരുടെ ഒരു ഭാര്യയെ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. ഏത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ നവോത്ഥാനം സംഭവിപ്പിക്കാൻ ഞാൻ ചേട്ടൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെയോ സംസ്ഥാന നേതാവിൻ്റെയോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാര്യയോ മകളോ ഒരാളും ഇവരുടെ കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ കാല കേരളത്തിൽ കാണാൻ സാധിച്ചില്ല. പക്ഷെ പോലീസിനെ ഉപയോഗിച്ചു, ശക്തി ഉപയോഗിച്ചു, ഒരു വിശ്വാസവും ഇല്ലാത്ത സ്ത്രീകളെ മല കയറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ശിക്ഷയും അവർക്ക് കിട്ടി, മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി. പക്ഷേ അവർ പറഞ്ഞ് എന്തു ജനം തീരുമാനമെടുത്തു? BJP അവിടെ ജയിക്കുമോ? BJPക്ക് ഇവരെ താഴെയിടാനുള്ള ശക്തിയുണ്ടോ? ഇവരിനി പാർലമെന്റിൽ പോണ്ട. ഇതാണ് ഒരു പരിധി വരെയുള്ള ആളുകൾ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും BJP ഈ 20% നിന്നത്. അതാണ് പലപ്പോഴും അടികൊള്ളാൻ BJPയും സീറ്റ് കിട്ടാൻ കോൺഗ്രസ് എന്നാണ് പൊതുവെ ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ. ഇതുവരെ നിന്ന് എങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും? അല്ല, ഇതുവരെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ജനം ചിന്തിക്കാൻ പോവുകയാണ്.